ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനമാക്കിയ സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. ജൂലൈ 27-ന് KSTA നേതൃത്വത്തിൽ നടത്തുന്ന DDE ഓഫീസ് മാർച്ചിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. കേന്ദ്ര ഗവൺമെന്റ് 2020 പുറത്തിറക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രതിലോമകരമായ വ്യവസ്ഥകൾ റദ്ദു ചെയ്യണം, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന വർഗീയവൽക്കരണ പരിപാടികൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ചരിത്ര നിഷേധവും ശാസ്ത്ര നിഷേധവും ആ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ മുദ്രാവാക്യം. മറ്റൊന്ന്, ഇന്ത്യ രാജ്യത്തെ അധ്യാപകരും ജീവനക്കാരും കാലാകാലങ്ങളായി അനുഭവിച്ചിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എത്തിമുറിച്ച് PFRDA നിയമം പാർലമെന്റിൽ പാസാക്കി അതുമായി ബന്ധപ്പെട്ട് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയതിലെ പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന്, കേരളത്തിൽ അശാസ്ത്രീയമായി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ കലണ്ടർ അത് ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കണം എന്നുള്ള ആവശ്യമാണ് നാലാമതായി പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. KSTA സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം 41ഓളം മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ജൂലൈ 27-ന് കോഴിക്കോട് DDE ഓഫീസ് പരിസരത്ത് അധ്യാപക മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയെന്ന് നേതാക്കൾ അറിയിച്ചു. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. PFRDA നിയമം റദ്ദു ചെയ്യുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടങ്ങിയ നിരവധി സുപ്രധാന ആവശ്യങ്ങളാണ് സംഘടന ഉന്നയിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന അധ്യാപകർ പങ്കെടുക്കുന്ന റാലി രാവിലെ മുതലക്കുളം മൈതാനിയിൽ നിന്നും ആരംഭിച്ച് മാനാഞ്ചിറ DDE ഓഫീസിന് മുന്നിൽ സമാപിക്കുമെന്നും ജില്ലാ സെക്രട്ടറി RM രാജൻ, VP രാജീവൻ, സതീഷ് നാരായണൻ, VT ഷീബ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.